തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ കള്ളവോട്ട് പരാതി ലഭിച്ച പള്ളുരുത്തി നമ്പിയാപുരം 2-ാം നമ്പർ ബൂത്തിൽ നിന്നും വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കൾ പ്രതികരിക്കുന്നു. തെരഞ്ഞെടുപ്പ് ദിനത്തിൽ മെട്രോ 7 ന്യൂസ് കൊച്ചി ബ്യൂറോ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. കേരളത്തിലെ എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ വലിയ ജനകീയ പിന്തുണ നേടുന്ന ഭൂരിപക്ഷമായിരുന്നു പ്രതിഫലിക്കുന്നത്. അതിനൊരു സംശയമില്ല. അതിലേക്കുള്ള ഒരു പ്രതികരണമാണ് പൊതുവിൽ വോട്ടർമാരിൽ നമുക്ക് ലഭിച്ചത്. പള്ളുരുത്തിയെ സംബന്ധിച്ച് മാത്രമല്ല, കൊച്ചി നഗരസഭ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭരണം ഉണ്ടാകുമെന്ന് സന്നിഗ്ധമായി പ്രഖ്യാപിച്ചിട്ടുള്ളതാണ്. തീർച്ചയായും ആ ഒരു റിസൾട്ടായിരിക്കും 13-ാം തീയതി ഉണ്ടാകുന്നത്. തുടർ ഭരണം കൊച്ചി നഗരസഭ LDF-ന്റെ തന്നെയായിരിക്കും. ഈ ഒരു തെരഞ്ഞെടുപ്പിന് നമ്മുടെ ശബരിമല വിഷയം ഒന്നും ബാധിച്ചിട്ടില്ല എന്നുള്ളതാണ്. അത്തരം കാര്യങ്ങളൊന്നും ബാധിക്കേണ്ട ഒരു തെരഞ്ഞെടുപ്പ്. അതിൻ്റെ യാഥാർത്ഥ്യങ്ങളെല്ലാം തിരിച്ചറിയുന്ന ഒരു സാംസ്കാരികമായ പ്രബുദ്ധതയുള്ള രാഷ്ട്രീയമുള്ള ഒരു നാടാണ് കേരളം എന്നുള്ളത് ഈ തെരഞ്ഞെടുപ്പ് ഫലം തീർച്ചയായും നമ്മെ ബോധ്യപ്പെടുത്തും. കൊച്ചി നഗരസഭയിൽ കഴിഞ്ഞ 5 വർഷക്കാലം യാതൊരു വികസന പ്രവർത്തനവും നടത്താതെയുള്ള ഇപ്പോഴത്തെ ഇടതുമുന്നണി ഭരണസമിതിക്കെതിരെയുള്ള ശക്തമായ ഒരു ജനവികാരം കൊച്ചി നഗരത്തിൽ മാത്രമല്ല പ്രത്യേകിച്ച് ഈ ഡിവിഷനിൽ അലയടിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പിൽ നമ്മൾ തെരഞ്ഞെടുപ്പ് പ്രചരണവുമായി ബന്ധപ്പെട്ട പ്രാദേശിക വികസനം നിലവിലുള്ള 20-19 പള്ളി ഡിവിഷൻ, ചില ഭാഗങ്ങൾ കൂടിയ ഡിവിഷനാണ് പുതിയ 63-ാം ഡിവിഷൻ. ഇതിൽ അടിസ്ഥാനപരമായ വികസന പ്രവർത്തനങ്ങളൊന്നും നടന്നിട്ടില്ല എന്നുള്ളത് ജനങ്ങൾ ചർച്ച ചെയ്യപ്പെട്ടു. അതുകൂടാതെ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായ ഒരു തെരഞ്ഞെടുപ്പ് എന്നുള്ള രീതിയിൽ സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ജനദ്രോഹ നടപടികൾക്കെതിരായി കൊണ്ടുവന്ന ഒരു ജനവിധി കൂടിയായിട്ടായിരിക്കും ഈ തെരഞ്ഞെടുപ്പിൽ പ്രതികരിക്കുന്നത്. ഓരോരുത്തർക്ക് അവർക്ക് സ്ഥാനാർത്ഥിയാകണമെന്ന് ആഗ്രഹിക്കാം, പലർക്കും ആഗ്രഹിക്കുന്നതിന് തെറ്റി. അതിൽ ഒരു കോൺഗ്രസ് പാർട്ടി ഒരു സ്ഥാനാർത്ഥിയെ തീരുമാനിച്ചു. ആ തീരുമാനിക്കുന്ന സ്ഥാനാർത്ഥിയെ ഞാനൊരു മുസ്ലിം ലീഗിൻ്റെ പ്രതിനിധി തെരഞ്ഞെടുപ്പിൻ്റെ ചെയർമാൻ സ്ഥാനത്തെടുക്കുമ്പോൾ കോൺഗ്രസ് ഒരു സ്ഥാനാർത്ഥിയെ വിളിക്കുന്നത് ആ സ്ഥാനാർത്ഥിയോടെ നിൽക്കുക. പിന്നെ ഒരു വിപുലശല്യം എന്നുള്ളത് തെരഞ്ഞെടുപ്പ് പ്രവർത്തന രംഗത്ത് അത്തരത്തിലുള്ള ഒരു പ്രതിസന്ധിയായിട്ട് UDF തോന്നിയിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. BJP വ്യക്തമായ കാഴ്ചപ്പാട് കൂടിയാണ് ഈ തെരഞ്ഞെടുപ്പിൽ. കാരണം ഏകദേശം 23,000 സീറ്റുകളിൽ 1,800 സീറ്റുകൾ മാത്രം വയ്ക്കുന്നുണ്ട്. അപ്പോൾ ഇതിന് മുന്നത്തെ ഇലക്ഷനിലൊക്കെ ഭിന്നമായി എല്ലാ സീറ്റുകളിലും BJP ശക്തമായ മത്സരമാണ് കാഴ്ചവെക്കുന്നത്. അപ്പോൾ ഇതിന് മുന്നത്തെ പ്രാവശ്യം ഇതുപോലെ ശക്തമായ മത്സരം BJPയുടെ ഭാഗത്തുണ്ടായിട്ടില്ല. അപ്പോൾ നമുക്ക് ഭരണം ജയിക്കാനും ഭരിക്കാനുമാണെന്നൊക്കെ തോന്നലിലേക്ക് വന്ന് അതിൻ്റെ ആ ഒരു ശക്തമായ രീതിയിലേക്ക് ഒരു മത്സരം വന്നപ്പോൾ ഈ പറയുന്ന പോലെ കള്ളവോട്ടും മസിപ്പോറുകൊണ്ടൊക്കെ പല സ്ഥലങ്ങളിലും നേരിടുന്നുണ്ട്. പല ബൂത്തുകളിലും ബൂത്ത് കെട്ടുന്ന സമയം തുടങ്ങി പല പ്രശ്നങ്ങളുണ്ടായിരുന്നു. പക്ഷേ BJPയെ ആശയം കൊണ്ടാണ് തോപ്പിക്കേണ്ടത്. മസിപ്പോറുകൊണ്ടല്ല, അങ്ങനെ നോക്കുന്ന ആൾക്കാരുണ്ടായില്ല. കാരണം ഒരുപാട് വീരബലിദാനികൾ ജീവൻ നൽകി പടുത്തുയർത്തിയ പ്രസ്ഥാനമാണ്. അപ്പം അങ്ങനെ ഞങ്ങൾ തോറ്റോടില്ല. ഇതിവിടെ ഞങ്ങൾ എല്ലാ രീതിയിലും ഇലക്ഷൻ റിസൾട്ട് വരുന്നതിൻ്റെ അന്ന് ഇവിടെ താമര വീഴും. നിലവിലുള്ള എല്ലാ സീറ്റുകളിലും ഏതാനും സീറ്റുകൾ വെച്ച് BJP ശക്തമായ മത്സരമാണ് കാഴ്ചവെക്കുന്നത്. അത് വ്യക്തമായ തയ്യാറെടുപ്പ് പ്രൊഫഷണൽ രീതിയിൽ തന്നെയാണ് വർക്ക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഒരു പക്ഷേ നമ്മൾ പ്രതീക്ഷിക്കാത്ത രീതിയിൽ തന്നെ സീറ്റ് വർധനമുണ്ടാകും. തഴുപ്പിലെ SC വനിതാ സംവരണ സീറ്റാണ്. BJPയെ സംബന്ധിച്ച് അങ്ങനെ ഒരു ധാരണയുടെ പുറത്തൊന്നുമല്ല അവിടെ സ്ഥാനാർത്ഥിയെ നിർത്താൻ വരുന്നത്. കാരണം ആദ്യം വന്ന ലോട്ടെടുത്തതിൽ വനിതാ SC വനിതാ സംവരണം 59-ാം ഡിവിഷനായിരുന്നു. നമ്മളവിടെ സ്ഥാനാർത്ഥിയെ കണ്ടെത്തി കൃത്യമായി മുന്നോട്ട് പോയ സമയത്താണ് വിവാഹ കേസ് വന്നു സംവരണ സീറ്റ് മാറി. അപ്പോൾ നമുക്കതിന് സ്ഥാനാർത്ഥിയെ കണ്ടെത്താനുള്ള ഒരു പ്രയാസം കൊണ്ട് സ്ഥാനാർത്ഥി നിർണ്ണയിക്കാൻ പറ്റില്ല. ആ ഒരു പ്രശ്നം മാത്രമല്ല, അല്ലാതെ നമുക്ക് അതിനൊരു കാരണമൊന്നുമില്ല. കാരണം ഈ പറയുന്ന 2 മുന്നണികളോട് കാരണം വെക്കേണ്ട ആവശ്യമില്ല. BJP ഭാരതം ഭരിക്കുന്ന പാർട്ടിയാണ്. അല്ലാതെ തന്നെ BJPക്ക് ജയിക്കാനുള്ള എല്ലാ സംവിധാനങ്ങളിലൂടെയും പ്രീമിയം ക്വാളിറ്റി ഗ്രാനൈറ്റ്, ടൈൽസ്, സ്റ്റോൺ, AEC ബ്ലോക്ക്, സാനിറ്ററി തുടങ്ങി ഫ്ലോറിംഗിന് ആവശ്യമായ എല്ലാ മെറ്റീരിയൽസും ഏറ്റവും കുറഞ്ഞ വിലയിൽ ഇവിടെ ലഭ്യമാണ്. തറയിൽ ഗ്രാനൈറ്റ്സ്, MLA റോഡ്, പള്ളുരുത്തി.